പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആധിപത്യം നൽകുന്ന കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ആധിപത്യം നൽകുന്നതിൽ സന്തോഷിക്കുന്ന ദൈവമാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവം തന്റെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ തന്റെ സമ്പന്നത വർഷിക്കുന്നതിൽ സന്തോഷിക്കുന്നു. ഒരു ദൈവപൈതന്റെ അനുഭവം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. 2 ആഴ്ചയായി ഞങ്ങളുടെ അമ്മച്ചിക്ക് മറ്റൊരാളുടെ സഹായം ഇല്ലാതെ എണീക്കുവാനോ നടക്കുവാനോ സാധിക്കുകയില്ല. ജൂലൈ 8-ാം തീയതി കാലത്ത് ചുണ്ടിന്റെ ഒരു ഭാഗം കോടിപ്പോവുകയും സംസാരം നിലയ്ക്കുകയും ചെയ്തു. ഭയങ്കരമായ അസ്വസ്ഥതയുണ്ടായി. ജൂലൈ 8-ാം തീയതി രാത്രി സഖിയോൻ ധ്യാന കേന്ദ്രത്തിന്റെ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു. 8:45 നേരത്ത് അമ്മച്ചിക്ക് കർത്താവായ ഈശോ സൗഖ്യം നൽകി. അമ്മച്ചി എണീറ്റ് നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. ഇത് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നടന്ന സംഭവമാണ്. അതിനുശേഷം അമ്മച്ചി നടന്ന് എല്ലാ ജോലികളും ചെയ്യാൻ തുടങ്ങി. അമ്മച്ചി നടന്നാൽ ഞാൻ സഖിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് എഴുതി അറിയിക്കാമെന്ന് നേർന്നിരുന്നു. എന്റെ നേർച്ച പ്രകാരം ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് കോടാനുകോടി നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നടക്കാനോ സംസാരിക്കാനോ പറ്റാത്ത വിധം ശാരീരിക അസ്വസ്ഥത അനുഭവിച്ചിരുന്ന ദൈവ പൈതലിന്റെ മേൽ ദൈവമായ കർത്താവ് തന്റെ അത്ഭുത ശക്തിയെ വർഷിച്ചു. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന 10,000-കണക്കിന് മക്കൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഇപ്പോൾ ഏക ഹൃദയത്തോടെ യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ അഭിഷേകം വർഷിക്കണമേ, ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, ഞങ്ങളുടെ മേൽ ദൈവസ്നേഹം വർഷിക്കണമേ, ഞങ്ങളുടെ മേൽ വിശുദ്ധി വർഷിക്കണമേ, ഞങ്ങളുടെ മേൽ വചനാഭിഷേകം വർഷിക്കണമേ, ഞങ്ങളുടെ മേൽ സൗഖ്യങ്ങൾ നൽകണമേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളുടെ മേൽ ഇടപെടണമേ, ഞങ്ങളുടെ കടബാധ്യതകളുടെ മേൽ ഇടപെടണമേ, ഞങ്ങളുടെ രോഗപീഠകളുടെ മേൽ ഇടപെടണമേ, ഞങ്ങളുടെ തകർച്ചയുടെ മേൽ ഇടപെടണമേ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. സ്വർഗത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഹൃദയം തുറക്കാൻ പറ്റാത്തവർ, പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ, വിശ്വസിക്കാൻ പറ്റാത്തവർ, ദൈവത്തെ ആരാധിക്കാൻ പറ്റാത്തവർ, ഹൃദയ മന്ദതയിൽ അകപ്പെട്ടു പോയവർ, വിശ്വാസമാന്യം അനുഭവിക്കുന്നവർ, പ്രാർത്ഥന അഭിഷേകം നഷ്ടപ്പെട്ടവർ, വിശ്വാസ കൃപകൾ മങ്ങിപ്പോയവർ എല്ലാവരും ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവെ സ്പർശിക്കണമേ, അങ്ങയുടെ സഭയെ ഉണർത്തണമേ, അങ്ങയുടെ കുടുംബങ്ങളെ ഉണർത്തണമേ, അങ്ങയുടെ ദാസന്മാരെയും ദാസിമാരെയും ഇപ്പോൾ അങ്ങയുടെ ആത്മാവിന്റെ അഭിഷേകം ചെയ്യണമേ. വചനത്തിന്റെ അത്ഭുത കൃപകൾ എല്ലാ കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളിൽ ദൈവമക്കളെ പീഡിപ്പിക്കുന്ന എല്ലാ നാരകീയ സേനകളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. കുടുംബങ്ങളിൽ ദൈവമക്കളെ അടിമപ്പെടുത്തുന്ന എല്ലാ ആധിപത്യ ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു, വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ആധിപത്യം നൽകുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 17-ാം അധ്യായം 3-ാമത്തെ തിരുലിഖിതം, അവിടുന്ന് അവർക്ക് തന്റെ സദൃശമായ ശക്തി നൽകുകയും തന്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ സന്തോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാണ് ദൈവം തന്റെ ശക്തി തന്റെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നത്? തന്റെ ദാസന്മാർക്കും തന്റെ ദാസിമാർക്കും തന്റെ മക്കൾക്ക് സകലത്തിന്റെ മേലും അധികാരം ഉണ്ടാകുന്നതിന് വേണ്ടി തന്നെ. അതാണ് പ്രഭാഷകൻ 17:2. ഭൂമിയിലുള്ള സകലത്തിന്റെ മേലും അവിടുന്ന് അവർക്ക് അധികാരം കൊടുത്തു. തന്റെ മക്കൾക്ക് അധികാരവും ആധിപത്യവും നൽകുന്നതിൽ സന്തോഷിക്കുന്ന കർത്താവാണ് ബൈബിളിലെ ദൈവം. പ്രൈസ് ദി ലോർഡ്. പ്രഭാഷകൻ 17:4. മൃഗങ്ങളുടെയും പക്ഷികളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിലുള്ള സകലത്തിന്റെ മേലും അവിടുന്ന് അധികാരം പകർന്ന് കൊടുത്ത് തന്റെ മക്കളെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവരുന്നത് ബൈബിളിൽ നമ്മൾ വായിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ബൈബിളിലെ വലിയൊരു പ്രതിപാദ്യ വിഷയമാണ്. ദൈവത്തിന് സകലത്തിന് മേലും ആധിപത്യമുണ്ട്. ദൈവത്തിന്റെ സ്വഭാവം തന്നെ സകലത്തിന് മേലും ആധിപത്യമുള്ള സ്വഭാവമാണ്. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായം 17-ാം വാക്യം, അവൻ വാഴ്ത്തപ്പെട്ടവനും ഏകപരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവും അത്രേ. പ്രൈസ് ദി ലോർഡ്. അവൻ സർവാധിപതിയായ കർത്താവാണ്. എല്ലാ രാജാക്കന്മാരുടെ രാജാവ്,
എല്ലാ ചക്രവർത്തിമാരെ ചക്രവർത്തി, എല്ലാ ശക്തിക്കും മീതെയുള്ള ശക്തി. അവൻ വഴി സർവ്വതും ഉണ്ടായി, അവൻ വഴി സർവ്വതും പരിപാലിക്കപ്പെടുന്നു, അവൻ സകലത്തിന് ഉപരിയായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അതാണ് റോമാലേഖനം 9-ാം അധ്യായം 5-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, അവിടുന്ന് സർവാധിപതി അത്രേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് സകലത്തിന്റെ മേലും അധികാരമുള്ള സർവാധിപതി ആയി ദൈവത്തിന്റെ വചനം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഓരോരുത്തരും ദൈവത്തിന്റെ മകനും മകളും അത്രേ. ദൈവം സർവാധിപതിയായ ദൈവമെങ്കിൽ ദൈവത്തിന്റെ മക്കളായ നമുക്കും ദൈവത്തിന് അധികാരമുള്ള സ്ഥലങ്ങളിൽ അധികാരം ഉണ്ടാകുന്നതിൽ ദൈവത്തിന് സന്തോഷം മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. വേറൊരു വാക്കി പറഞ്ഞാൽ നമ്മളെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ദൈവത്തിന് സന്തോഷമാണുള്ളത്. അവിടുന്ന് അധിപതിയാണ്. ദൈവത്തിന്റെ മക്കളായി നമ്മളെയും അധിപതികളാക്കുന്നതിൽ ദൈവത്തിന് സന്തോഷമാണുള്ളതെന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. ദൈവം ജീവിതത്തിൽ ഇടപെടുന്ന ഓരോ ദൈവദാസന്മാരുടെയും ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അവരെ അധീനതയിൽ നിന്ന് ആധിപത്യത്തിലേക്ക് കൊണ്ടുവരുന്നത് ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നാം ആദ്യം എടുത്ത് പരിശോധിക്കുന്നത് മോശ പ്രവാചകന്റെ ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. മോശ പ്രവാചകൻ ഫറവോയുടെ കൊട്ടാരത്തിൽ നിന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മരുഭൂമിയിലേക്ക് ഓടി രക്ഷപ്പെടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി. ഒത്തിരി ഭയത്തിന്റെയും ടെൻഷന്റെയും ഒരു അന്തരീക്ഷത്തിലാണ് മോശ പ്രവാചകൻ ഫറവോയുടെ കൊട്ടാരം വിട്ട് മരുഭൂമിയിലേക്ക് പോകുന്നത്. ഒരു ഈജിപ്തുകാരനെ അടിച്ചു കൊന്നതിന്റെ പ്രത്യാഘാതം ഭയന്ന് അവൻ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മരുഭൂമിയിൽ മോശ പ്രവാചകൻ കുറെ കാലഘട്ടങ്ങൾ പിന്നിട്ടു. മരുഭൂമിയിൽ വെച്ച് ദൈവം അവനെ കണ്ടുമുട്ടി. ഹോറബിലെ മുൾപടർപ്പിൽ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു. ദൈവം അവനോട് സംസാരിച്ചു. ദൈവം അവന് തമ്മിൽ ഇടപെട്ടു. ദൈവം അവന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. അവന് പ്രതികൂലമായി നിന്ന ഭയത്തെ ദൈവം എടുത്തുമാറ്റി അവനെ ധൈര്യമുള്ളവനാക്കി. പ്രൈസ് ദി ലോർഡ്. അവന് പ്രതികൂലമായിരുന്ന ടെൻഷൻ അവന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി. അവന് പ്രതികൂലമായിരുന്ന ഓരോ സ്വഭാവത്തിന് മേലും ദൈവം അവന് ആധിപത്യം നൽകി. അവന്റെ അമിതമായ അരിശ സ്വഭാവം, കോപ സ്വഭാവം ദൈവം അവന് ആധിപത്യം കൊടുത്ത് അവനെ ദൈവം ഭൂമിയിലെ എല്ലാ മനുഷ്യരെക്കാൾ സൗമ്യനാക്കി മാറ്റി. അവന് കീഴ്പ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന എല്ലാ സ്വഭാവത്തിന്റെ മേലും ദൈവം മോശയ്ക്ക് ആധിപത്യം നൽകി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ദൈവം മോശ പ്രവാചകനെ ഫറവോയുടെ കൊട്ടാരത്തിലേക്ക് തന്നെ വീണ്ടും മടക്കി കൊണ്ടുവരുന്നു. അവിടെ മോശ പ്രവാചകൻ ദൈവനാമത്തിൽ ഫറവോയോട് ഇടപെടുന്നു. ഫറവോയോട് ഇടപെടുമ്പോഴെല്ലാം ഫറവോ മോശയെ നിഷേധിക്കുകയും മോശയുടെ ആവശ്യങ്ങൾ നിരാകരിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ ചിലപ്പോഴെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഫറവോ മോശയെ നിഷേധിക്കുകയും മോശയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴൊക്കെ ഫറവോയുടെ മേൽ ആധിപത്യം കിട്ടാൻ തക്കവണ്ണം മോശയുടെ കൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് ബൈബിളിൽ നാം കാണുന്നത്. ഫറവോ എന്തൊക്കെ കുൽസിത പ്രവർത്തികൾ അവലംബിച്ചാലും മന്ത്രവാദികളെയും ആഭിചാരക്കാരെയും കൊണ്ടുവന്ന് മോശയുടെ ഓരോ വാദഗതികളെയും ഖണ്ഡിക്കാൻ എന്തൊക്കെ തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങളിൽ ഫറവോ ഏർപ്പെട്ടാലും ദൈവം ഫറവോയുടെ മുമ്പിൽ മോശയ്ക്ക് ആധിപത്യം കൊടുത്തുകൊണ്ട് മോശയുടെ കൂടെ നിന്ന് നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് ബൈബിളിൽ നാം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ച് ദീർഘമായ 40 വർഷങ്ങൾ മരുഭൂമിയിലൂടെ കാനാൻ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന രംഗങ്ങൾ നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും. ഈ മരുഭൂമിയിലെ യാത്രയിൽ ഉടനീളം ഒരുപാട് എതിർപ്പുകളും ഒരുപാട് പ്രതികൂലങ്ങളും ദൈവജനത്തിന്റെ മുമ്പിലും മോശയുടെ മുമ്പിലും ഉണ്ടായി. ദൈവജനത്തിന് വന്ന എല്ലാ പ്രതികൂലങ്ങളും മോശയുടെ പ്രതികൂലങ്ങൾ തന്നെ. പ്രൈസ് ദി ലോർഡ്. ആ പ്രതികൂലത്തിന് നടുവിൽ, ആ വലിയ എതിർപ്പുകളുടെ നടുവിൽ, ആ വലിയ ശക്തന്മാരുടെ മുമ്പിൽ, വലിയ വലിയ പ്രഭുക്കന്മാരുടെ മുമ്പിൽ, ശക്തരായ രാജാക്കന്മാരുടെ മുമ്പിൽ ദൈവം മോശയുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയും എതിരാളികളുടെ മേൽ ആധിപത്യം കൊടുക്കുകയും ചെയ്യുന്ന ദൈവത്തെയാണ് മോശയുടെ കൂടെ നാം ബൈബിളിൽ കാണുന്നത്. ഹല്ലേലൂയ. പുറപ്പാട് കാലഘട്ടത്തിൽ മരുഭൂമിയിലൂടെ മോശയുടെ കൂടെ നടന്ന ദൈവം ആധിപത്യം നൽകുന്ന ദൈവമായിരുന്നു. ഹല്ലേലൂയ. ചെങ്കടലിന്റെ ഇവിടെ ദൈവം മോശയ്ക്ക് ആധിപത്യം നൽകി. മന്ന നൽകി ദൈവം മോശയ്ക്ക് ആധിപത്യം നൽകി. പാറയിൽ വെള്ളം വരുത്തി ദൈവം മോശയ്ക്ക് ആധിപത്യം നൽകി. വലിയ വലിയ പ്രതികൂലത്തിന്റെ മേൽ ദൈവം മോശയ്ക്ക് ആധിപത്യം നൽകി മോശയെയും ജനത്തെയും നയിക്കുന്നതാണ് പുറപ്പാട് കാലഘട്ടത്തിൽ നാം കാണുന്നത്. ബൈബിളിലെ മറ്റൊരു കഥാപാത്രമാണ് യാക്കോബ്. യാക്കോബ് ഒത്തിരി ഭയത്തോടും ഒരുപാട് പ്രതികൂലമായ അവസ്ഥകളോടും കൂടെയാണ് അവൻ സ്വന്തം നാട്ടിൽ നിന്നും സ്വന്തം വീട്ടിൽ നിന്നും ഓടി ലാബാന്റെ വീട്ടിലെത്തുന്നത്. ലാബാന്റെ വീട്ടിൽ യാക്കോബിന് നീണ്ട 14 വർഷങ്ങൾ ഒരുപാട് അടിമത്തത്തിന്റെയും ചൂഷണത്തിന്റെയും കഥകളാണ് പറയാനുള്ളത്. അവൻ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു. യാക്കോബിന്റെ ഒരുപാട് അധ്വാന ശേഷി ലാബാൻ മുതലാക്കി. കുടുംബത്തിൽ ഒരുപാട് അടിമത്ത വേല യാക്കോബിനെ കൊണ്ട് ലാബാൻ ചെയ്യിച്ചു.
ലാബാന്റെ ആൺമക്കളും യാക്കോബിനെ ഒരുപാട് പണിയെടുപ്പിച്ചു എന്ന് വേണം വിശുദ്ധ ലിഖിത പ്രകാരം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും അമ്മായിപ്പനിലൂടെയും അളിയന്മാരിലൂടെയും യാക്കോബ് ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു, ഒരുപാട് വേദനിപ്പിക്കപ്പെട്ടു. അങ്ങനെ ഇടയ്ക്ക് ലാബാന്റെ വീട്ടിലുള്ള ഓരോ ചൂഷണത്തെ ഓർത്ത് വേദനിക്കുന്ന യാക്കോബിനെ, ലേയായുടെയും റാഹേലിന്റെ മുമ്പിൽ വേദനിക്കുന്ന യാക്കോബിനെ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള യാക്കോബിന്റെ കൂടെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. യാക്കോബിനെ ദൈവം അടിമത്തത്തിൽ നിന്ന് ദൈവം യാക്കോബിനെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവം യാക്കോബിനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവന്നു. ദൈവം യാക്കോബിന്റെ പ്രതികൂലത്തിന് മേൽ വിജയം നൽകി യാക്കോബിനെ യഥാസ്ഥാനപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കോബിന്റെ കുടുംബത്തിലെ പൂർവ്വപിതാവായ ജോസഫ്, സഹോദരങ്ങൾ ഒരുപാട് ഞെരുക്കിയ ഒരു വ്യക്തിയാണ് ജോസഫ്. ജോസഫ് സഹോദരങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരുപാട് അടിമത്തം, ഒരുപാട് തരത്തിലുള്ള ആധിപത്യം അനുഭവിച്ചൊരു വ്യക്തിയാണ് ജോസഫ്. അങ്ങനെ അധീനനായി ക്ലേശിച്ച് വിഷമിച്ച് അങ്ങനെ ഒരുപാട് കാലങ്ങൾ പൂർവ്വപിതാവായ ജോസഫിന്റെ ജീവിതത്തിലുണ്ട്. അവൻ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടപ്പെടുകയും അതിനുശേഷം അവൻ മരുഭൂമിയിലേക്ക് വിൽക്കപ്പെടുകയും അവൻ പൊത്തീഫറിന്റെ ഭവനത്തിൽ അടിമയായി തീരുകയും അവൻ പൊട്ടക്കിണറ്റിൽ അവൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്ന രംഗങ്ങളും സാഹചര്യങ്ങളും അവന്റെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ നീണ്ട വർഷങ്ങൾ അവൻ പീഡിപ്പിക്കപ്പെടുന്നു, നീണ്ട വർഷങ്ങൾ അവൻ അധീനതയിൽ ഇരിക്കുന്നു. എങ്കിലും അവന്റെ കൂടെയും ബൈബിളിലെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ദൈവം അവനെ അധിപതിയാക്കി ഉയർത്തി. അവന്റെ കൂടെ പ്രവർത്തിച്ച ദൈവം പൂർവ്വപിതാവായ ജോസഫിനെ അധിപതിയാക്കി ഉയർത്തി. അവന്റെ സഹോദരങ്ങൾ അവന്റെ മുമ്പിൽ കീഴ്പ്പെടാൻ തക്കവിധം പൂർവ്വപിതാവായ ജോസഫിനെ ദൈവം അധിപതിയാക്കി ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കളെ ദൈവം അധിപതികളാക്കി ഉയർത്തുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിച്ച മറ്റൊരു ദൈവദാസനാണ് ദാവീദ്. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ കുടുംബത്തിൽ ദാവീദ് നിസ്സാരനായിരുന്നു. ജസയുടെ മക്കളിൽ നിസ്സാരനായ ഒരുവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദിന്റെ ചേട്ടന്മാർ തടിമിടുക്കുള്ളവർ, ദാവീദിന്റെ ചേട്ടന്മാർ മിടുമിടുക്കന്മാർ, ദാവീദിന്റെ ചേട്ടന്മാർ വില്ലാളി വീരന്മാർ, എന്തുകൊണ്ടും മികവും തികവുള്ളവർ. ദാവീദാകട്ടെ നിസ്സാരൻ. എങ്കിലും ദൈവം ദാവീദിനോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ദൈവം ദാവീദിനെ അധിപതിയാക്കാൻ ദാവീദിനോടുകൂടെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദാവീദ് ജസ്സയുടെ കുടുംബത്തിൽ നിന്ന് സാവൂളിന്റെ കൊട്ടാരത്തിലേക്ക് വന്നു. അവിടെയും ദാവീദ് പീഡിപ്പിക്കപ്പെട്ടു. സാവൂൾ ദാവീദിനെ നിരന്തരം പീഡിപ്പിച്ചു, ദാവീദിനെ നിരന്തരം വിഷമിപ്പിച്ചു, ദാവീദിനെ നിരന്തരം ഒറ്റപ്പെടുത്തി. ദാവീദിനെ നിരന്തരം ഒരു ശത്രുവിനെ പോലെ സാവൂൾ കണ്ടു. അവനെതിരെ കുന്തമെറിഞ്ഞു, അവനെ മരുഭൂമിയിലേക്ക് ആട്ടിപ്പായിച്ചു. എന്തായാലും ഒരുപാട് കണ്ണുനീരിന്റെ കാലം സാവൂളിന്റെ അധീനതയിൽ ദാവീദിനുണ്ടായിരുന്നു. ദാവീദ് ആ കാലഘട്ടങ്ങളിലെല്ലാം യഹോവയെ ആരാധിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം ദാവീദിന്റെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ദൈവം ദാവീദിന്റെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ദാവീദിന്റെ കൂടെ പ്രവർത്തിച്ച ദൈവം ദാവീദിനെ അധിപതിയാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ദാവീദിനെ അധിപതിയാക്കി മാറ്റി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെട്ടെന്ന് ഒരു ദിവസം എല്ലാരും വെട്ടിവീഴ്ത്തി, എല്ലാരും രക്തം ചിന്തി, എല്ലാരും വെട്ടിവീഴ്ത്തി. അങ്ങനെ പെട്ടെന്ന് ദാവീദിനെ അധിപതിയാക്കുകയല്ല ചെയ്തത്. ദൈവം പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന് നിശ്ചിതമായ ഒരു പ്രവർത്തന രീതിയുണ്ട്. ചൂട് തണുപ്പിന്റെ മേൽ ആധിപത്യം പുലർത്തുന്നത് പോലെ, വെളിച്ചം ഇരുട്ടിന്റെ മേൽ ആധിപത്യം പുലർത്തുന്നത് പോലെ, മൺസൂൺ കാലം, മഴക്കാലം, വേനൽക്കാലത്തിന്റെ മേൽ ആധിപത്യം പുലർത്തുന്നത് പോലെ, വിറകിന്റെ മേൽ തീ ആധിപത്യം പുലർത്തുന്നത് പോലെ, നിശബ്ദമായി ദൈവത്തിന്റെ സമയത്തിൽ ദൈവം തന്റെ മക്കളെ അധിപതികളാക്കി മാറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 രക്തരൂഷിതമായ വലിയ കലാപത്തിലൂടെ അല്ല ദൈവം തന്റെ മക്കളെ അധിപതികളാക്കി മാറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇരുട്ടിന്റെ മേൽ പ്രകാശം ആധിപത്യം പുലർത്തുന്നത് പോലെ, തണുപ്പിന്റെ മേൽ ചൂട് ആധിപത്യം പുലർത്തുന്നത് പോലെ, ദൈവത്തിന്റെ മക്കളെ ദൈവത്തിന്റെ സമയത്തിന്റെ പൂർണ്ണതയിൽ അധിപതികളായി ഉയർത്തി നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ ജീവിതത്തിൽ ഒരുപാട് അധീനത അനുഭവിച്ച് മനപ്പീഡയിലിരിക്കുന്നവരായിരിക്കാം. ഒരുപാട് തകർക്കപ്പെടുന്ന അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം. ഒരുപാട് ചൂഷണം ചെയ്യപ്പെടുന്ന അന്തരീക്ഷത്തിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരുപാട് സ്വഭാവ വിശേഷങ്ങളുടെ ഭാരം ചുമക്കുന്ന ജീവിതമായിരിക്കാം നിങ്ങളുടെ ജീവിതം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിക്കുക. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിക്കുക. ദൈവം അധിപതികളാക്കുന്ന ദൈവമാണ്. ദൈവം അധീനതയിൽ നിന്ന് ആധിപത്യത്തിലേക്ക് ഉയർത്തുന്ന ദൈവമാണ്.
ഇന്ന് ഈ നിമിഷം ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് ചേരുമെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ യേശുവിനോട് ചേരുമെങ്കിൽ, യേശുവിനെ വിളിക്കുമെങ്കിൽ, യേശുവിനെ ആരാധിക്കുമെങ്കിൽ, ജീവിതത്തെ യേശുവിനായി സമർപ്പിക്കുമെങ്കിൽ യേശുവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കും. ദാവീദ് ദൈവത്തിന് തന്നെ വിട്ടുകൊടുത്തതുപോലെ, മോശ ദൈവത്തിന് തന്നെ വിട്ടുകൊടുത്തതുപോലെ, യാക്കോബ് ദൈവത്തിന് തന്നെ വിട്ടുകൊടുത്തതുപോലെ, പൂർവ്വപിതാവ് ജോസഫ് ദൈവത്തിന് തന്നെ വിട്ടുകൊടുത്തതുപോലെ അൺകണ്ടീഷണൽ ആയിട്ട് പൂർണ്ണമായും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. ദൈവം നിന്റെ ജീവിതത്തെ കഷ്ടതയിൽ നിന്ന്, കണ്ണുനീരിൽ നിന്ന്, കയ്പിൽ നിന്ന് മധുരത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, അധീനതയിൽ നിന്ന് ആധിപത്യത്തിലേക്ക് ഉയർത്തുന്ന ദൈവമാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ അത്ഭുത വചനത്തിന്റെ ശക്തി ഓരോ ഹൃദയങ്ങളുടെ മേലും പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. അങ്ങയുടെ അത്ഭുത അഭിഷേകത്തിന്റെ ശക്തി ഓരോ ജീവിതങ്ങളുടെ മേലും വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. അങ്ങയുടെ അത്ഭുത അഭിഷേക സാന്നിധ്യം എല്ലാ കുടുംബങ്ങളുടെ മേലും വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ഞെരുക്കപ്പെടുന്ന കുടുംബങ്ങൾ, ഞെരുക്കപ്പെടുന്ന വംശങ്ങൾ, ഞെരുക്കപ്പെടുന്ന തലമുറകൾ ഇപ്പോൾ ഉയർപ്പിക്കപ്പെടാൻ തക്കവണ്ണം അങ്ങയുടെ ശക്തി പ്രവഹിക്കട്ടെ. മന്ദത മാറട്ടെ, ഹൃദയത്തുറവ് ലഭിക്കട്ടെ. ദൈവത്തെ ആരാധിച്ച്, ദൈവത്തോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തിന്റെ കൈപിടിച്ച് ഉയരാൻ തക്കവണ്ണം ഓരോ കുടുംബങ്ങളിലും ആന്തരിക ദാഹം ഇപ്പോൾ ജനിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അണയുന്നു നിൻ സന്നിധിയിൽ, ആരാധനാസ്തുതി യേശുവേ ആത്മാവിനാനന്ദദായക. തിരുവൾത്താരയിൽ ഞങ്ങൾ അണയുന്നു നിൻ സന്നിധിയിൽ, ആരാധനാസ്തുതി യേശുവേ ആത്മാവിനാനന്ദദായക. കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന ദൈവമക്കളുടെ കുടുംബത്തിലും, യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിലും വിടുതലും വ്യത്യാസവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവം നൽകുന്നു. ഏത് ജാതിയിൽപ്പെട്ടവനായാലും, ഏത് ഗോത്രത്തിൽപ്പെട്ടവനായാലും, ഏത് സമൂഹത്തിൽ നിന്നുള്ളവനാണെങ്കിലും ഇപ്പോൾ എളിമയോടെ ആരാധിക്കുമ്പോൾ, എളിമയോടെ ഹൃദയം തുറന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ അത്യത്ഭുത ശക്തി ദൈവമക്കളുടെ കുടുംബങ്ങളിലേക്കും വംശങ്ങളിലേക്കും വ്യാപരിക്കും. ഹൃദയം തുറന്ന് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഇത് അത്ഭുതങ്ങളുടെ നിമിഷമാണ്. ഇത് കെട്ടുകൾ അഴിയുന്ന സമയമാണ്. ഇത് ആത്മീയ ബന്ധനങ്ങൾ പൊട്ടുന്ന സമയമാണ്. ഇത് ദൈവകൃപ അഭിഷേകമായി നിറയുന്ന സമയമാണ്. എല്ലാവരും ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ അത്യത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. കർത്താവിന്റെ കൃപാവര ശക്തി ഒഴുകട്ടെ. ദൈവനാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വൻ കാര്യങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. ഒത്തിരി തലമുറകളായി അടിമത്തത്തിൽ കിടക്കുന്ന കുടുംബങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. ഒത്തിരി കാലങ്ങളായി ഒത്തിരി പാപത്തിന് അടിമപ്പെട്ടിരിക്കുന്നവരിലേക്ക് ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. അടിമത്തത്തിന്റെ ആധിപത്യ ശക്തിയിൽ വിട്ടുപോകട്ടെ. ദൈവമായ കർത്താവെ, ഇപ്പോൾ ദൈവജനത്തെ ഉയർത്തണമേ. ഇപ്പോൾ കുടുംബങ്ങളെ അവിടുന്ന് വിടിവിക്കണമേ. ഇപ്പോൾ ഓരോ ജീവിതങ്ങളെ അവിടുന്ന് വിടിവിക്കണമേ. അങ്ങയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അധിപതിയാക്കുന്ന കർത്താവാണ് എന്ന വലിയ തിരിച്ചറിവ് ഹൃദയങ്ങളിലേക്ക് പകരണമേ. ഭയത്തിന്റെയും ടെൻഷന്റെയും അവസ്ഥകൾ ഹൃദയങ്ങളിൽ നിന്ന് മാറട്ടെ. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികൂലത്തെ ഓർത്തുള്ള മനപ്പകർച്ചയും മനസ്സിന്റെ തകർച്ചയും ഇപ്പോൾ യേശുവിന്റെ സാന്നിധ്യത്തിൽ ഹൃദയത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ. ചുട്ടുപഴുത്തിരിക്കുന്ന മനസ്സോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ സമാശ്വാസത്തിന്റെ സ്പർശനം പിതാവെ ഇപ്പോൾ നൽകണമേ. പിതാവെ ഇപ്പോൾ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. പിതാവെ ഇപ്പോൾ കുടുംബങ്ങളെ അവിടുന്ന് സന്ദർശിക്കണമേ. പിതാവെ, അങ്ങയുടെ നാമത്തിൽ, അങ്ങയുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ വലിയ കാര്യങ്ങൾ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. ഓരോ
മക്കളെ സ്പർശിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എല്ലാവരും യേശുവിനെ വിളിക്കുക, കർത്താവിലേക്ക് കരങ്ങൾ ഉയർത്തുക, ഹൃദയം തുറന്ന് വിളിക്കുക. ഇതാ യേശു ക്രിസ്തുവിൽ ശക്തി വ്യാപരിക്കുന്നു. ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. തിരുവൾത്താരയിൽ ഞങ്ങൾ അണയുന്നു നിൻ സന്നിധിയിൽ. ആരാധനാസ്തുതി യേശുവേ, ആത്മാവിനാനന്ദദായക. എന്റെ പേര് ത്രേസ്യാമ്മ തോമസ്. എന്റെ വീട് പീച്ചിയിലാണ്. എനിക്ക് 20 വർഷമായി എന്റെ കാലിന്റെ 10 വിരലും മടങ്ങിയിരിക്കുകയായിരുന്നു. ഇപ്പൊ 10 വിരലും നിവർന്നു. കാലിന്റെ അടി മുതൽ എളി വരെ പുകച്ചിലായിരുന്നു. പുകച്ചില് മാറി. 20 വർഷമായിട്ട് കാല് മടങ്ങിയിരിക്കുകയായിരുന്നോ? കാല് വരല് ഇപ്പോഴോ? അപ്പൊ എങ്ങനെയാ നിവർന്നത്? എങ്ങനെ ഇരുന്നിരുന്നത്? കാലുവിരലുകള് അനക്കാനോ മടക്കാനോ പറ്റാതെ ഇങ്ങനെ കാലുവിരൽ പൊക്കി ഇങ്ങനെ നടന്നിരുന്ന ചേട്ടത്തിയാണ്. ഇപ്പൊ കാലുവിരൽ ശരിക്കും നിവർന്നോ? എപ്പോഴാണ് നിവർന്നത്? ഇന്നലെ കൗൺസിലിംഗിന്റെ സമയത്ത് നിവർന്നു. ഇവിടെ ധ്യാനത്തിൽ കൂടി കൗൺസിലിംഗിന്റെ സമയത്തും തുടർന്ന് ഇവിടെ വന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴും കാലുവിരലുകള് നന്നായി നിവർന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ 10 വിരൽ നിവർന്നില്ലേ? 20 വർഷമായി 10 വിരലുകൾ മടങ്ങിയിരിക്കുകയായിരുന്നു. അത് നിവർന്ന് നേരെയായി. ഇതാ നോക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് സ്വയം മാറ്റപ്പെടുത്താം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ വൈതാന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ വൈതാന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. പെരുമഴ പോലും പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോലും പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ.